സർക്കാരുകൾക്കെതിരായിട്ടുള്ളത് മാത്രമല്ല, ഞാൻ നെഗറ്റീവ് വോട്ട്സിനെ കുറിച്ച് മാത്രമല്ല. കാരണം പോസിറ്റീവായിട്ട് ഈ രാജ്യത്തെ സാഹചര്യങ്ങൾ എടുത്ത് നോക്കാം. ഈ സാഹചര്യത്തിൽ ഒരു വോട്ടർക്ക് എവിടെയാണ് വോട്ട് ചെയ്യാൻ പറ്റും? ഇവർക്ക് എങ്ങനെയാണ് വോട്ട് കൊടുക്കുക? ഇവർക്ക് വോട്ട് കൊടുക്കാനായിട്ട് നമുക്കൊരു വിശ്വാസ്യത വേണ്ടേ? അതില്ലല്ലോ. ഇപ്പോൾ GST കൊണ്ടുവന്ന് നോട്ട് നിരോധിച്ച് എല്ലാ കാര്യങ്ങളിലും ജനവിരുദ്ധമായ നടപടിയെടുത്ത് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ പോകുന്ന, ഇവിടെ ആരാധനാ സ്വാതന്ത്ര്യം പോലും തകർക്കാൻ പോകുന്ന വലിയ ഭീഷണി മുഴക്കുന്ന ഒരു വിഭാഗം അവരാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ അവരുന്നയിക്കുന്നത് നെഗറ്റീവിസം മാത്രമല്ല, അവർ ജനാധിപത്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടാൻ സാധ്യമല്ല. ഇത് ജനങ്ങളുടെ ഹിതപരിശോധനയല്ലേ. ആ ഹിതപരിശോധനയിൽ അവർക്ക് ഈ കടമ്പ കടക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നതേയില്ല. രണ്ടാമത്തെ ഏറ്റവും അതുപോലെ തന്നെ ഇതിനേക്കാൾ ഒരുപക്ഷെ കുറച്ചുകൂടി ശക്തിയായിട്ടുള്ളത് മോഡിയുടെ സമീപനമാണ്. മോഡി സമീപനം എന്ന് പറയുന്നത് മോഡി ഭാരതം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മോഡി ഭാരതം എന്നുദ്ദേശിക്കുന്നത് ന്യൂനപക്ഷങ്ങളില്ലാത്ത ഭാരതമാണ്, ന്യൂനപക്ഷങ്ങളെ തിരസ്കരിക്കുന്ന ഭാരതമാണ്. ഇവിടെ ഭരണഘടനയിൽ പോലും ന്യൂനപക്ഷ അവകാശം വെച്ചിട്ടില്ലേ? ന്യൂനപക്ഷങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ മോഡി എടുക്കുന്ന ഒരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്ക് അവരെ തിരസ്കരിക്കുകയും അവരെയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു നടപടിയാണ്. ആ നടപടിയോട് ആരെങ്കിലും യോജിക്കുമോ? മതനിരപേക്ഷത നമ്മുടെ നാട്ടിൽ വേണ്ടേ? ആ മതനിരപേക്ഷതയെ തകർക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളാണ് മോഡി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. മോഡി ഗവൺമെൻറ് നേതൃത്വത്തിൽ ഒരു പുതിയ പദ്ധതി നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കിട്ടിയിട്ടില്ലല്ലോ. 5 കൊല്ലക്കാലം ഭരിച്ചല്ലോ. 5 കൊല്ലക്കാലത്തിനുള്ളിൽ കേരളത്തിൽ പുതിയ ഒരു പദ്ധതി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വക ഇരിക്കട്ടെ എന്നുള്ള മറ്റൊന്നും കിട്ടിയിട്ടില്ലല്ലോ. കേരളത്തിലെ ഗവൺമെൻറ് മോഡിയുമായി അടുത്തും അകന്നും നിന്നു. ചില കാര്യങ്ങളിൽ മോഡിയെ കാര്യമായി സപ്പോർട്ട് ചെയ്തു. മോഡിയെ ഒറ്റയ്ക്ക് പോയി കാണും, അദ്ദേഹമായിട്ട് നല്ല റാപ്പോർട്ടാണ്, ഈ വീട് താങ്കളുടെ വീടായി കരുതാം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു. അദ്ദേഹം അത് കേട്ട് സന്തോഷത്തോടു കൂടി അത് അംഗീകരിച്ച് നിൽക്കുന്നു. അപ്പോൾ ചില കാര്യങ്ങളിൽ നരേന്ദ്രമോദിയായിട്ട് നല്ല റാപ്പോർട്ടിൽ നിൽക്കുകയാണ്. ചില കാര്യങ്ങൾ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് വരുമ്പോൾ ഇവർ ബട്ടക് മാറും, ഉടനെ മോഡിയെ അറ്റാക്ക് ചെയ്യും, മോഡി ശരിയല്ലെന്ന് പറയും. അപ്പോൾ ഇരട്ട മുഖമാണ്. ഒന്ന്, മോഡിയുടെ നയങ്ങളെ എല്ലാം പിന്തുണയ്ക്കുകയും പിന്നീട് ജനഹിതം വ്യത്യാസമാണ് എന്ന് വരുമ്പോൾ എതിർത്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന ഇരട്ട മുഖമാണ്. ഇരട്ട മുഖമാണ്, ഇരട്ട ചങ്കല്ല, ഇരട്ട മുഖമാണ്. ആ ഇരട്ട മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇനി ഒരു 5 കൊല്ലക്കാലം കൂടെ വന്നാൽ ഇന്ത്യയിൽ ജനാധിപത്യം തകരും. ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ അന്ത്യകൂദാശ നടത്തും. ആ നിലയിലാണ് നിൽക്കുന്നത്. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഒരുമിച്ചിരിക്കണം. അതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടന് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഈ പ്രദേശത്ത് വമ്പിച്ച ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇപ്പോൾ PC തോമസ് ആണ് ഇവിടുത്തെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥി. പക്ഷേ PC തോമസിന് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി സംസാരിക്കുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി PC തോമസ്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു അദ്ദേഹം ഇന്ത്യയാണ്, PC തോമസ് കേരള കോൺഗ്രസ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ശരിക്കും പറഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം നരേന്ദ്രമോദിയുടെ പേരെയും മിണ്ടുന്നില്ല, ബോധപൂർവ BJPയെക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. NDA എന്ന് പറയുന്ന പുതിയ എന്തോ ഒരു സാധനമാണ് എന്നൊരു മട്ടിലാണ് നിൽക്കുന്നത്. NDAയുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് BJP അല്ലേ? BJP എന്ന് പറയുന്നത് ഇവിടെ നരേന്ദ്രമോദി മാത്രമല്ലേ? അവരുടെ കേന്ദ്രം എന്നുള്ളത് RSS അല്ലേ? അദ്ദേഹം അതൊന്നും മിണ്ടുന്നില്ല. അത് മിണ്ടാനുള്ളൊരു ധൈര്യം അദ്ദേഹത്തിനില്ല. വോട്ടേൽ ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നത് കൊണ്ട് ഇവരെയെല്ലാം മിണ്ടാതെ അദ്ദേഹം എങ്ങനെയെങ്കിലും പമ്മി മാറാനായിട്ടുള്ള പരിശ്രമമാണ്. അതൊക്കെ പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ നടക്കുന്ന നടപടികളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അത് ചിലടത്ത് ചെല്ലുമ്പോൾ കേരള കോൺഗ്രസ് ആണ് എന്നൊരു മട്ടിൽ പറയുക, ചിലടത്ത് ചെല്ലുമ്പോൾ NDA ആണ് എന്നൊരു മട്ടിൽ പറയുക, ശക്തരായ BJPക്കാർ ചെല്ലുമ്പോൾ RSSനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി സംസാരിക്കുക. ഇത് ഇരട്ടമുഖമല്ല, ത്രിമുഖമാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ എങ്ങനെ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത കോട്ടയം മണ്ഡലത്തിലുണ്ടോ?
കോട്ടയം മണ്ഡലത്തിലെ ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കുറച്ച് വോട്ട് എങ്ങനെയെങ്കിലും PC തോമസിൻ്റെ കളത്തിലോട്ട് തള്ളിവിടാൻ പറ്റുമോ എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമായ ത്രികോണം ഇല്ലെങ്കിലും ത്രികോണമാണ് എന്ന് പറഞ്ഞ് വാദിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് CPM, അത് LDF. കാരണം അവർക്ക് ത്രികോണമാണെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവരാണ് ഇവരെ എല്ലാം സഹായിച്ചു കൊടുക്കുന്നത്. പകലും രാത്രി ഒരുപോലെ പണിയാണ് അവർക്ക്. പകൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, രാത്രി ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി. അങ്ങനെ ഇത് കോൺഗ്രസിന് തുല്യമാണ്, അല്ലെ ത്രികോണമാണ്, എന്ത് വരുത്താൻ പറ്റിയ ഒരു പ്രശ്നമാണ്. ത്രികോണ മത്സരമാണെങ്കിൽ അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ടിൽ കുറച്ച് കുറഞ്ഞേക്കുമോ എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. പക്ഷെ ജനങ്ങൾക്കൊക്കെ ഇത് കൃത്യം അറിയാം. ഇവിടെ നാടകത്തിനൊന്നും ഒരു കഥയില്ല, ഇവിടെ അഭിനയത്തിന് കഥയേയില്ല. ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വിലയിരുത്താൻ കഴിയും. നമ്മൾ വീടുകളിൽ ചെന്ന് ആളുകളുമായിട്ട്, വീട്ടമ്മമാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ബോധത്തോടു കൂടിയാണ് അവരിങ്ങോട്ട് പ്രതികരിക്കുന്നത്. ആ ആളുകളുടെ മുമ്പിൽ ഈ നാടകം വല്ലതും ചെലവഴിക്കുക. അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമേ ഇല്ല.